Sit down, sir. Thank you. നമസ്കാരം. 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 ഇരിക്കൂ. ഇതാരാ? എന്റെ ഭാര്യയാണ്. ഓ, കണ്ടപ്പോ എനിക്ക് തോന്നി. ഞാൻ ഗണപതി, ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് ഈ പ്രഷറിന്റെയും ഡയബറ്റിക്സിന്റെയും കുഴപ്പമുണ്ട്. അധികം കാശുണ്ടായ ഇതാ കുഴപ്പം. ഈ വീട് വെക്കാൻ എനിക്ക് 10 ലക്ഷം രൂപ ചെലവായി. മിസ്റ്റർ കമലാസന് എത്ര ലോറികളുണ്ട്? എനിക്ക് ലോറികളൊന്നുമില്ല. ഒന്നുമില്ലേ? അയ്യേ, എനിക്ക് 25 ലോറികളുണ്ട്. ലക്ഷ്മി ട്രാൻസ്പോർട്ട് സർവീസ്. കമ്പനി സാറിന്റെ മകളുടെ പേരില. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് വലിയ ബിസിനസ്സുകാരാ. എന്റെ അച്ഛനെ കുറിച്ച് കേട്ട് കാണും. ബാനു പണിക്കർ സ്റ്റീലിന്റെ ബിസിനസ് ആയിരുന്നു. സാറിന്റെ വൈഫിന്റേതും വലിയ കുടുംബമാ. അരുവിക്കര തറവാടെന്ന് കേട്ടാൽ പ്രസിദ്ധ, എല്ലാവരും അറിയും. ദാഹിച്ച് വലഞ്ഞു കയറി ചെല്ലുന്നവന് ദാഹം തീർക്കാൻ ഐസിട്ട് പശുവും പാൽ കൊടുക്കുന്ന തറവാടാ. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? അവർക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സാ. ഭാര്യ എവിടെ? അവർ വിമൻസ് ക്ലബിൽ കുക്കിംഗ് ഗ്യാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കാണ്. കുക്കിംഗ് വെക്കുന്ന ഗ്യാസ്. സാറിന്റെ ഭാര്യയെ കണ്ട കൽക്കട്ടയിലോ ഡൽഹിയിലോ പഠിച്ചതാണെന്ന് പറയേയില്ല. ചേട്ടാ, ഇന്ന് എന്തൊക്കെയാ നടന്നറിയാമോ? ഞാൻ ആ ചെട്ടിയാരുടെ കടയിൽ കയറി കൺമഷി, ചാന്ത്, പൗഡർ, തലയിലെ പേൻ പോന്ന മരുന്നും ഒക്കെ മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു. അപ്പുക്കുട്ടനെ കാണാനില്ല. ഞാനും തൊട്ടടുത്തുള്ള ആര്യഭവാൻ ഹോട്ടലിൽ കയറി ഒരു ചായയും ഒരു ഗോതമ്പിന്റെ ഉണ്ടയും വാങ്ങിച്ചു നിന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടും കാണുന്നില്ല. പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആരാ ചേട്ടാ ഇവരൊക്കെ? ഇത് കമലാസനും ഭാര്യയാണ്. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരുന്നാണോ? എന്താ ചേട്ടാ ഇവർ ചോദിക്കുന്നേ? അല്ല ചേച്ചി അസലായിട്ട് പാചകം ചെയ്യുമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞോ? അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഉണക്കയിലെ തേങ്ങ അരച്ച് കുടമ്പുളി ഇട്ട് ഞാൻ നല്ല അസലായിട്ട് വെക്കും. ചേട്ടന് വലിയ ഇഷ്ടമാ. എന്നാലും എന്റെ അച്ഛന്റെ കഴിവിന്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കേട്ടിട്ടില്ലേ അരിവെപ്പുകാരൻ ഭാർഗവന്റെ? എന്തോ ചായ കൊണ്ടുവരൂ. ഇപ്പൊ കൊണ്ടുവരാം. പണിക്കരുടെ അച്ഛൻ എന്ത് ബിസിനസ് ആയിരുന്നു പറഞ്ഞത്? സ്റ്റീൽ. എന്തോന്നാ? സ്റ്റീലിംഗ്. അയ്യോ, ഞാൻ പറയാം സാറേ, പേപ്പർ താരം കുപ്പി കച്ചവടം. എന്റെ അച്ഛന്റെ വലിയ കൂട്ടുകാരനായിരുന്നു. പറഞ്ഞാ നിങ്ങൾ അറിയും. ടെലിഫോൺ കമ്പി മോഷണത്തിന് പണ്ട് ജയിലിലാക്കിയില്ലേ കമ്പി ജനാർദ്ദനൻ? ആ, കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ്. ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാം. എന്റെ സാറ് തീ തിന്നുകയാണ്. സത്യം പറയാം, പരമ്പരാഗതമായി ഭ്രാന്തുള്ള തറവാട്ടിലേതാണ് അമ്മച്ചി. എവിടെയൊക്കെ കാണിച്ചു, ഒരു പ്രയോജനവും ഇല്ല. പണ്ട് ദരിദ്രരായിരുന്നെന്ന തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ. അതാണ് അസുഖം. എങ്ങനെ കഴിഞ്ഞിരുന്നവരാ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം അച്ഛൻ അരിവെപ്പുകാരനായിരുന്നെന്ന്. ഒരു ഓർമ്മയില്ല. നമുക്ക് പോവാം. അപ്പൊ ചായ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്ത്രീധനം എത്ര വേണമെങ്കിലും തരാം. ഞാൻ മകനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, പിന്നെ കാണാം. ഓ, ദൈവം തക്ക സമയത്ത് ഭ്രാന്താണെന്ന് പറയാനുള്ള ബുദ്ധി എനിക്ക് തോന്നിപ്പിച്ചല്ലോ. ഭാഗ്യം. അപ്പൊ എന്റെ മോൾക്കും ഭ്രാന്താണെന്നല്ലേ താൻ പറഞ്ഞതിന്റെ അർത്ഥം? മോക്ക് ഭ്രാന്തില്ലാന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ഇപ്പൊ പറയണം. അയ്യോ, മുതലാളി ചതിച്ചു, തൊലഞ്ഞു. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരു ബാഗിന് ബീഡിയും മേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചമ്മയെ കാണാനില്ല. ഇനി പുറപ്പെട്ടു പോയതാണോ എല്ലാവരും കൂടെ ഓടിപ്പോയതാണോ? നമുക്ക് പത്രത്തിൽ കൊടുക്കാവോ അതോ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ? സക്സസ് കണ്ടോ? ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോയത്. അതാണ് അതിന്റെ ഒരു ഏത് മനസ്സിലായോ? എന്ത് മനസ്സിലായോ എന്ന് ആദ്യം നീ ഒന്ന് തറയെ നിൽക്ക്. നിന്റെ അസുഖം ഞങ്ങൾക്ക് മനസ്സിലായി. ആ കുട്ടിക്ക് നിന്നോട് എന്തോ സ്പെഷ്യൽ ആയിട്ടുണ്ടെന്നായിരിക്കും. കറക്റ്റ്. ഒരു കറക്റ്റും ഇല്ല. അതൊക്കെ നിന്റെ തോന്നലാ വേണു. കലാകാരന്മാർക്കെല്ലാം ഉള്ളത് ഈ ഒരു കുഴപ്പം. എടാ, കലാകാരന്മാരെന്ന നിലയ്ക്ക് നമ്മളെ എല്ലാവരും ലക്ഷ്മിക്ക് ഇഷ്ടമാണ്. നീ ഒരു ഗായകനായതുകൊണ്ട് കുറച്ച് താല്പര്യം കൂടുതൽ കാണുമായിരിക്കും. അതുവരെ ഓക്കെ എന്ന് കരുതി ഒരു പ്രേമത്തിന്റെ കളർ അതിന് കൊടുക്കുന്ന വിവരക്കേടാണ്. ചേടാ, ഇതെല്ലാം പറയുന്നത് നിങ്ങളല്ലേ? അല്ല, നിന്റെ തുള്ളിച്ചാട്ടം അത് ഉദ്ദേശിച്ച് തന്നെ ആയിരുന്നു. ഞങ്ങൾ കളിയാക്കൊന്ന് പേടിച്ച് പെന്മാറരുത്. ശരി, പ്രേമമാണെന്ന് ഞാൻ പറയുന്നത് തന്നെ വെച്ചോ. എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. പ്രേമം ഇല്ല, ഒരു ചുക്കുമില്ല എന്ന് ഞങ്ങൾ പറയും. അത്രേ ഉള്ളൂ. എടാ അണ്ണന്മാരെ, ഈ പെൺകുട്ടികളുടെ മനഃശാസ്ത്രം കുറച്ചൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആര് വേണമെങ്കിലും തർക്കിച്ചോ, ആ കുട്ടിക്ക് എന്നോട് വ്യക്തിപരമായ ഒരു താല്പര്യം ഉണ്ട്. സൈക്കോളജി കുറെയൊക്കെ ഞങ്ങൾക്ക് വശമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇത് പ്രേമമല്ല, ഒരു തരം ആരാധന. ആ ആരാധന പ്രേമമായി മാറിക്കൂടുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്. ആ ശരി, നില്ലേ. നിനക്ക് അത്രയ്ക്ക് വലിയ വിശ്വാസമാണെങ്കിൽ ഒന്ന് തെളിയിക്കാവൂ. അതിനൊന്നും ഞാനില്ല. അതിനുള്ള ഗട്സ് ഇല്ലെന്ന് പറ. ഗട്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല.
ഇത്രയും നേരം ഞാൻ മിണ്ടാതിരിക്കായിരുന്നു ഇവന്മാരെ മുടങ്ങനായും കേട്ടുകൊണ്ട്. വേണു, നീ ധൈര്യമായിട്ടില്ലേ? അതെ. ശരി, ആ കുട്ടിക്ക് എന്നോട് പ്രേമമാണെന്ന് പ്രൂവ് ചെയ്താലോ? അന്ന് ഞാൻ ഈ പണി നിർത്തും. പ്രേമമല്ലെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്താലോ? എന്നാൽ അന്ന് മുതൽ ഷക്കീർ ബായും ബാവും ഈ പണി നിർത്തും. അയ്യടാ, ഒരു തമാശക്കാരൻ. ശരി, സമ്മതിച്ചു. ഞാൻ പണി നിർത്തും. ഷക്കീർ ബായി വെറ്റ് കെട്ടിയതേ നില്ല്. ഒരൊറ്റ കണ്ടീഷൻ മാത്രം, പന്തയത്തിനിടയിൽ പരസ്പരം പാരമണിയരുത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഒന്നും വെക്കാൻ പറ്റില്ല. അവരവരാൽ കഴിയുന്ന രീതിയിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ശരി, അങ്ങനെയെങ്കിൽ നമ്മുടെ വേണുവിനെ സമ്മതിച്ചാ പറ്റൂ. എന്താടാ? അല്ല, ശോകഗാനങ്ങൾ പാടി ആർട്സ് ക്ലബ് സെക്രട്ടറി പെങ്കൊച്ചിനെ വലയിലാക്കുന്നവൻ പറഞ്ഞില്ലേ? അയ്യോ ലക്ഷ്മിയെ, അത് തന്നെ. ആ കുട്ടി ചാക്കിലായി കഴിഞ്ഞെന്ന് അവൻ പറയണേ. ലക്ഷ്മിയല്ല, അവളുടെ ചേച്ചിയെ വേണമെങ്കിലും പാട്ടുപാടി വളയ്ക്കാമെന്ന് അവൻ പറഞ്ഞോ നടക്കണേ. ഇത്രയ്ക്ക് ദുർബല മനസ്സാണോടാ ലക്ഷ്മിയുടെ? എന്ന് വെച്ചാൽ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്നൊക്കെ ഒരുത്തൻ കണ്ണി ഉള്ളി വെച്ച് പാടുമ്പോ നേരെ വാ എന്നുള്ള പെൺകുട്ടികൾ വീണു പോകൂലേ? അത് വീണു. വേണു അവിടെ ഇന്ന് കണ്ടയില്ലല്ലോ. ഒരാഴ്ചക്കകം വേറെ 3 പെൺപിള്ളാരെ കൂടി കറക്കി എടുക്കാനുണ്ടെന്ന് അവൻ പറഞ്ഞത്. പെൺകുട്ടികളുടെ മനഃശാസ്ത്രം അറിയാവുന്നതുകൊണ്ട് എത്ര പേരെ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാവുന്നതാണ്. ഇക്കണക്കിന് അവൻ ഇക്കാര്യത്തിൽ ഒരു റെക്കോർഡ് ഇട്ട് ഗിന്നസ് ബുക്കിൽ പേര് വരുത്തിയാലും അത്ഭുതപ്പെടാനില്ല. വാ. ഇതിനൊക്കെ ചെരിപ്പോണ്ട് അടി കൊള്ളണം, അപ്പഴേ യഥാർത്ഥ കണ്ണീർ കായലാവും. പാട്ടുപാടി വീഴ്ത്തി പോലും. താൻ ആരാ, യേശുദാസോ? ലക്ഷ്മി, ഞാൻ ഒന്നും പറയണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ മനഃശാസ്ത്രമൊക്കെ മാറിപ്പോയി. ദുഃഖിച്ചിരിക്കുന്ന ഒരാളോട് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ എന്താ ദുഃഖത്തിനുള്ള കാരണം എന്ന് ചോദിച്ചു പോയി. അതോടെ തന്റെ വലയിൽ വീണു. ആണുങ്ങളെക്കാൾ ദയയും സഹാനുഭൂതിയും ഒക്കെ ഞങ്ങൾക്ക് കൂടുതലുണ്ടാവും എന്ന് കരുതി പെണ്ണുങ്ങളെല്ലാം മണ്ടികളാണെന്ന് വിചാരിക്കരുത്. വാ പിള്ളേരെ, ഇത് പോക്ക് കേസാ. അളിയോ, മിസ്റ്റർ കണ്ണീർക്കായൽ, നീ വിഷമിക്കാതിരി. അവന്മാരുടെ കയ്യിൽ വെറും നാടൻ പാരകളല്ലേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ നല്ല ഓട്ടോമാറ്റിക് പാരകൾ. ലക്ഷ്മി, നിങ്ങൾ മുകളിലോട്ട് വെക്കോ. എന്തെങ്കിലും പറഞ്ഞ് അവന്മാരെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ഒരു രീതിയിലും ലക്ഷ്മി അവന്മാർ കാണരുത്. വയ്ക്കോ. ഒരു ചെറിയ കോളുണ്ട്, പറയാം. വാ വാ. കാര്യം പറ. കാര്യം പറ. എന്താ ഇത്? നിങ്ങൾക്ക് വിസ്കിയാണോ ബ്രാൻഡിയാണോ കൂടുതൽ എന്തായാലും വേണ്ട, തലയ്ക്ക് പിടിച്ചാൽ മതി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ പോവാ. എന്ത് പറ്റിയ കണ്ണാ, നിങ്ങൾ പന്തയത്തിൽ ജയിച്ചടാ. യു ഹാവ് വൺ ദ ബെറ്റ്. സമ്മതിച്ചാ? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നെയും ലക്ഷ്മിയും പരസ്പരം അകറ്റി അല്ലേ? ആദ്യം അവൻ പറയട്ടെ. ഞാൻ പാട്ടുകൾ പാടുന്നത് ലക്ഷ്മിയെ വീഴ്ത്താനാണെന്ന് നിങ്ങൾ പറഞ്ഞു അവളോട് അല്ലേ? എന്താ സംഭവം? എന്താ? ഒന്നും പറയണ്ട. രഞ്ജിത മേനോനെ മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാം എന്ന് ആഗ്രഹിച്ചിരുന്നവനാ ഞാൻ. ലക്ഷ്മിയിൽ ഞാൻ രഞ്ജിത മേനോനെ കണ്ടെത്തി. നിഷ്കളങ്കയായ, ശാലീനയായ, സുന്ദരിയായ ആ കുട്ടിയും ഞാനും പരസ്പരം അകലാനാകാത്ത വിധം അടുത്തുപോയി. എല്ലാം നിങ്ങൾ തകർത്തു. ലക്ഷ്മി എന്റെ അടുത്ത് മടങ്ങി വന്നില്ലെങ്കിൽ ഐ വിൽ കമ്മിറ്റ് സൂയിസൈഡ്. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. എന്നാലെങ്കിലും നിങ്ങൾക്ക് തൃപ്തിയാവുമല്ലോ. ഇതാ നിങ്ങളുടെ പന്തയത്തിന്റെ രൂപ. കാശല്ലടാ, എനിക്ക് സ്നേഹമാണ് വലുത്. സ്നേഹം. ലവ് ഈസ് ഗ്രേറ്റ്. നിങ്ങൾ ചെയ്ത് വലിയ ചതിവായി പോയി. തൃപ്തിയായല്ലോ. വാടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതെന്ത് പറ്റിയവനൊക്കെ? എന്തായാലും എന്താ, ഏതായാലും ഈ കാശ് കൊണ്ട് നമുക്ക് പൊടി മേടിക്കാം. ലക്ഷ്മി, ഇത് ചതി, കൊടും ചതി. ദ്രോഹികള്. ആ കുട്ടിയെ ആദ്യമായി കണ്ടപ്പം തന്നെ ഐ ഫെൽ ഫോർ ഹർ. ഇന്നിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. ഏതെങ്കിലും രീതിയിൽ ലക്ഷ്മി എനിക്ക് നഷ്ടപ്പെടുന്നതിനെ പറ്റി തോറ്റെന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. ബെറ്റ് ലൂസ് ചെയ്തതിന്റെ പേരിൽ എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ്. പക്ഷേ എന്നെയും ലക്ഷ്മിയും അകറ്റാൻ ഇനി നിങ്ങൾ ശ്രമിക്കരുത്. സത്യം പറഞ്ഞ തുറന്നു പറയാനുള്ള ചമ്മലുകൊണ്ടാ ഇതുവരെ പറയാതിരുന്നു. ആ കുട്ടിയെ ആദ്യമായി കണ്ടപ്പം തന്നെ ഐ ഫെൽ ഫോർ ഹർ. ഇന്നിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. ഏതെങ്കിലും രീതിയിൽ ലക്ഷ്മി എനിക്ക് നഷ്ടപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും വയ്യ. ഈ കാര്യത്തിൽ നിങ്ങളുടെ മോറൽ സപ്പോർട്ട് എനിക്ക് വേണം, പ്ലീസ്. കളി വേറെ, കാര്യം വേറെ.
നീ ഇത്ര സീരിയസ് ആണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്നെ കീഴടങ്ങിയേനെ. ഇനിയിപ്പോ യാതൊരു പ്രശ്നവുമില്ല. ലക്ഷ്മിയെ സ്വന്തമാക്കാനുള്ള നിന്റെ എല്ലാ പരിശ്രമങ്ങൾക്കും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട്. ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. ലക്ഷ്മി ചേച്ചി തന്നതായി കത്ത്. തെറ്റിദ്ധരിച്ചതിന് മാപ്പ്. എന്നോട്